ഹായ്. ചെടിപ്രാന്തന്മാരുടെ ഒരു കൂട്ടായ്മയാണ് കേട്ടോ അത്. പാലക്കാട് വിവിധ കോണുകളിൽ നിന്നാണ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. അവസാനമായിട്ട് എത്തിയത് ഞങ്ങളെ കാത്തുകൂടെ വിനോജും കൃഷ്ണനും അജീഷും എല്ലാവരും കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഈ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പോലീസ് ഓഫീസറായ ബിന്ദു മേഡം ഉണ്ട് അവിടെ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനമാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ 1-ാം വാർഷികം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അതും ഞങ്ങളെ വീട്ടിൽ വെച്ച് ഒരു വളരെ ഭംഗിയായിട്ട് ഇത് ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും എത്തിച്ചേർന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന ഉദ്യാന പാല ഗ്രൂപ്പിലെ മുഴുവൻ അംഗങ്ങളെയും ആർദ്രവുമായി സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് 1-ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രിയേറ്റീവ് അഡ്മിൻ ഈ ഗ്രൂപ്പിന്റെ സ്ഥാപക വ്യക്തിത്വം എന്നൊക്കെ വിനോജിന് ആദരപൂർവ്വം നമ്മുടെ ഹസീനത്താടെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ നമ്മുടെ ബിന്ദു മേഡം ഉണ്ട്. ഇത്തവണ ഓപ്പോളില്ല. ഓപ്പോളിന് പകരം ബീന മേഡാണ് സൂപ്പർ സീനിയർ ആയിട്ട് ഉള്ളത്. സാമീച്ചയാണെങ്കിലോ അടിപൊളി, പാവം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്തായാലും അവരും ഒരു ആദരവ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഹസീനത്താക്ക് ഒരു ഉപഹാരം ഞങ്ങളുടെ വക അതും ഇതിനിടയിൽ നടന്നു. പിന്നീട് നമ്മുടെ ഷാപ്പിടൽ ആണ്. എല്ലാവരും ഹാപ്പി. ഇവിടെയും ചുക്കാൻ പിടിച്ചിട്ടുള്ളത് നമ്മുടെ ബിന്ദു മേഡം തന്നെയാണ്. പിന്നെ ഞങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയോടെ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് നമ്മുടെ തന്നെ കുറച്ച് ഹെർബൽ പ്രൊഡക്ട്സുകൾ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിനിടയിൽ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം പോലെ അതും നടന്നിരുന്നത്. ഇനിയാണ് പരിപാടി. ഇവിടെ ആദ്യം ഉദ്ഘാടകമായിട്ട് എത്തിയത് നമ്മുടെ ബിന്ദു മേഡം തന്നെയാണ്. പലതരം താമരകൾ, ആമ്പല് എല്ലാം നമുക്കായിട്ട് മൂപ്പര് കുറേ ടബുകൾ കഷ്ടപ്പെട്ട് പൊത്തി വൃത്തിയാക്കി നമുക്കായി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. എന്നാലും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നാടൻ ഇനങ്ങളായാലും ചെടികളായാലും വിത്തുകളായാലും എല്ലാം നമ്മൾ ഹാപ്പി ആയിരുന്നു. ഞങ്ങളുടെ ഒത്തുകൂടലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും രസകരമായിട്ട് റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഷെയറിംഗ് എന്ന് പറയുന്നത്. എല്ലാവരും വളരെ ആത്മാർത്ഥമായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു എക്സ്ചേഞ്ചിൽ. എനിക്കിതാ ഇത്രയും വിത്തുകൾ കിട്ടി. പിന്നെ നേരെ വിട്ടത് കുന്തിപ്പുഴയിലേക്കായിരുന്നു. അവിടെ കുട്ടികൾക്ക് നീന്തി കളിക്കാനുള്ള ഒരു അവസരം ഇല്ലാതായിപ്പോയി. കാരണം സമയം അത്രയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു മണ്ണാർക്കാട് ട്രിപ്പിൽ നമ്മൾ ആ സങ്കടം എന്തായാലും തീർക്കുമെന്ന് കുട്ടികൾക്ക് നല്ല ഉറപ്പ് കൊടുത്തിട്ട് തന്നെയാണ് അവിടെ നിന്ന് പിരിഞ്ഞിട്ടുള്ളത്. എനിക്കാകട്ടെ ഒരുപാട് ചെടികൾ കിട്ടി. ഇത്രയും ചെടികൾ എങ്ങനെ വെച്ചുണ്ടാക്കുമോ? ടാസ്ക്. കുറച്ച് മണലും മണ്ണും ചകിരിച്ചോറും മിക്സ് ചെയ്ത് വേഗം ഒരു പോട്ടിങ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ചെടികളെ തട്ടിക്കൂട്ടി വെക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. എന്തായാലും ഒരുപാട് വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇത് റൂട്ടിംഗ് ഹോർമോണാണ്. നമ്മുടെ ചിരട്ട കരിയും തേനും അലോവേരയുടെ നീരും കൂടിയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഓരോ ചെടിയും നമ്മൾ വെച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒത്തുകൂടലായിരുന്നു നമ്മുടെ പാലക്കാടൻ മീറ്റപ്പ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഏറെക്കുറെ രാമത് മച്ചി